ഫ്രാങ്ക് ഫോൺ ചെയ്തോ? ഉവ്വ്. രാത്രി 8 മണിക്ക് ഒരു പുറങ്ങടലിലെത്തും. ഇരുട്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അതുവരെ ഞാനിവിടെ. എനിക്ക് ഭ്രാന്ത് പിടിക്കും. വെസൽ ബ്രോക്കർ പറഞ്ഞ ഒരാളോട് വന്നിട്ടുണ്ട്, നിങ്ങളെ കാണാൻ. പാസ്പോർട്ടിന്റെ കാര്യത്തിനാണെന്നാ പറഞ്ഞത്. പാസ്പോർട്ട് ബോംബെയിൽ ശരിയാക്കിയെന്നല്ലേ? ശരി, ആരോ വിളിക്കൂ. നിങ്ങളാരാ? ഇൻസ്പെക്ടർ ബൽറാം. ഇവൻ ഇങ്ങോട്ട് കയറ്റൂ. ഇല്ല, ഇവരെ ചോദ്യം ചെയ്താൽ ഞാൻ വിട്ടുകൊടുക്കൂ. നോ, ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എനിക്കാണ്. ഡോണ്ട് ആർഗ്യൂ. കം ഓൺ. വാ 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 വാ. മോൻ അപ്പൂപ്പനെ മറന്നോടാ? ഓർക്കാനീ അപ്പൂപ്പനെ അവനെങ്ങനെ കാണാറില്ലല്ലോ. അത് നീ എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ മോളെ. ഇന്നാ മോഹമില്ലാഞ്ഞിട്ടല്ല, അടുത്താണോ എന്നും വന്ന് കാണാൻ. ഇപ്പൊ തന്നെ ഇവിടെ ഒരു കൊല നടന്നു അറിഞ്ഞപ്പോ പെട്ടെന്ന് പുറപ്പെട്ടു വന്നതാ. മരിച്ച ആളിനെ അച്ഛൻ അറിയായിരുന്നോ? സർക്കാർ കോൺട്രാക്ടർമാർക്ക് സിമന്റ് കച്ചവടക്കാരെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത് നടന്ന ഒരു ഇടപാടിൽ നല്ലൊരു തുക അയാൾ എനിക്ക് തരാനുണ്ട്. ലക്ഷ്യമൊന്നുമില്ല. ജയനെ കണ്ടൊരു വഴി ആലോചിക്കണം. അച്ഛന് കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? ഇല്ല ഇല്ല ഇല്ല. മോനെ നോക്കാൻ ഞാൻ അയച്ച പയ്യനെ നീ എന്താ തിരിച്ചയച്ചത്? ഈ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് അന്യരെ അറിയിക്കണ്ടെന്ന് കരുതി. വഴക്കോ? മകളുടെ ക്ഷേമം അന്വേഷിക്കാനല്ലല്ലോ അച്ഛൻ വന്നത്, വക്കീലിനെ കാണാനല്ലേ. മരുമകൻ ഓഫീസിലുണ്ട്. ഒരു സാധാരണ കുറ്റവാളിയല്ല സത്യരാജ്. ഹീസ് എൻ ഇന്റർനാഷണൽ ക്രിമിനൽ. എങ്ങനെ വാദിച്ചാലും ജാമ്യം കിട്ടില്ല. ഞാൻ പറഞ്ഞ വഴി ഒന്ന് ആലോചിച്ച് നോക്കൂ. പണം എത്ര വേണമെങ്കിലും കൊടുക്കാം. ജഡ്ജിയെ സ്വാധീനിക്കാനോ? നടക്കില്ല മിസ്റ്റർ വിൻസെന്റ്. നിങ്ങൾ ചെയ്യേണ്ടത് പറയൂ. കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് CA രവിക്കാണ്. FIR-ലും ഇൻക്വസ്റ്റിലും പ്രതിയെ ഫേവർ ചെയ്യുന്ന വിധത്തിൽ എഴുതണം. പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ പിടിക്കേണ്ടത് സാക്ഷികളെയാണ്.
പണം കൊടുത്തോ പ്രലോഭിപ്പിച്ചോ നടന്നില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്യാം. എങ്കിൽ ഈ കേസിൽ സത്യരാജനെ ശിക്ഷിക്കില്ല. അക്കാര്യം ഞാൻ ഏറ്റു. നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമല്ലോ. നമുക്ക് അവിടെ വെച്ച് കാണാം. നമുക്കിടയിൽ തന്നെ എവിടെയോ ജീവിക്കുന്നു എന്നോർക്കുമ്പോൾ കോടതിക്ക് ദുഃഖമുണ്ട്. പ്രതി കൂട്ടിൽ നിൽക്കുന്ന സത്യരാജ് നിരപരാധിയാണെന്ന് കണ്ട് കോടതി അയാളെ നിരപാധികം വിട്ടയക്കുകയാണ്. എന്നാൽ പ്രമാദമായ മറ്റു ചില കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയായത് കാരണം ഈ വ്യക്തിയെ വിട്ടയക്കരുതെന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് സത്യരാജിനെ റിമാൻഡിൽ വയ്ക്കാൻ കോടതി ഉത്തരവിടുന്നു. എടോ, തനിക്കല്ലേ ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ്? ബാലു, നല്ല തന്തയ്ക്ക് പറഞ്ഞ പോലീസുകാരായിരുന്ന FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയിരിക്കും. അതൊരിക്കലും ഫാൾസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആവില്ല. താനെന്നെ പ്രതിക്ക് ഫേവർ ചെയ്യുന്ന തന്റെ ഇൻക്വസ്റ്റ് മറ്റുള്ള മിസ്റ്റർ ബൽറാം, ദിസ് ഇസ് ടു മച്ച്. ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ നാണക്കുണ്ടാക്കുന്നതാണ് ഈ സംഭവം. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു, സർ. ഒരു കൊല നടത്തി രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കകം പിടിച്ചു കൊടുത്തിട്ടും ആ കേസ് തെളിവില്ലാതെ പോയില്ലേ? കൊലക്കേസല്ല ഇവിടെ അന്വേഷിക്കുന്നത്. കോടതി വളപ്പിൽ നിങ്ങൾ കാണിച്ച പോക്കറ്റമാണ്. അതിന്റെ കാരണമാണ് സാർ ഞാൻ പറഞ്ഞു വന്നത്. ആ കേസിനെ പറ്റി ആ CIയോട് ഞാനൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ. കൂട്ട എന്നൊരു വാക്ക് ഉപയോഗിച്ചത് ശരിയാണ്. അതത്ര മോശപ്പെട്ട വാക്കാണോ സാർ? പുളിച്ച എന്നാണ് അർത്ഥം. നോൺസെൻസ്. എന്നെ ഭാഷ പഠിപ്പിക്കാനല്ല തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് യൂണിഫോമിൽ നിന്ന് ഒരു പോലീസ് ഓഫീസറെ ഇയാൾ എന്തിനു തല്ലി? ഞാൻ തല്ലിയില്ല. പിന്നെ പിന്നെ എന്താ മിസ്റ്റർ അവിടെ സംഭവിച്ചത്? പറയണം. ഞാൻ തല്ലിയതല്ല, എന്നെ കൂടെ തല്ലിച്ചതാ. എന്താണോ? ഇപ്പൊ സാർ എന്നെ തല്ലിയെന്തിനാ? കോടതി പിടിച്ചേനല്ലേ? ഞാനും അതിന് തന്നെ തല്ലിയത്. ആണായാലും ആരായാലും തല്ലിപ്പോകും സാറേ. ഇത്രേ അവിടെ നടന്നുള്ളൂ. അല്ലാതെ ഇപ്പോഴിവിടെ കാണിച്ച ഗിമിക് നിങ്ങളുടെ ഇന്നസെന്റ് തെളിയിക്കാനാണെങ്കിൽ നോ മിസ്റ്റർ ബൽറാം, യു ആർ സസ്പെൻഡഡ്. യു കെൻ ഗോ. ഇപ്പൊ സാറിന് ബോധ്യമായില്ലേ? ഹീസ് എൻ ഔട്ട് സ്പോക്കൺ ആൻഡ് എക്സെൻട്രിക്. യെസ്, ലൈക്ക് ജനറൽ പാറ്റേൺ, എ ഹെഡേക്ക് ടു ഹിസ് സുപ്പീരിയേഴ്സ്. ഈ ജാതിയെ സർവീസിൽ ഇരുത്തുന്നതാണ് സാർ തെറ്റ്. എക്സ്ക്യൂസ് മീ സാർ, ഈ ബലറാമിനെ എനിക്ക് നേരത്തെ അറിയാം. ഇതായിരുന്നില്ല അയാളുടെ സ്വഭാവം. ആർ യു ട്രൈയിങ് ടു ഡിഫെൻഡ് ഹിം? അവനെ ഒരു എക്സെൻട്രിക് ആക്കിയതിൽ വലിയൊരു പങ്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സാർ. അലക്സ്. യെസ് സർ, ഹീസ് ആൻ ഔട്ട് സ്പോക്കൺ. ആരോടും വെട്ടി തുറന്നു പറയും. എന്നിട്ടും സാറിന് അറിയാമല്ലോ, മറ്റുള്ളവരെ രക്ഷിക്കാൻ പലതും അവന് ഉള്ളിലൊതുക്കി കഴിയുന്നു. ആ കഥയൊന്നും ഇപ്പൊ പറയണ്ട. കൂടുതൽ തകർക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പത്രക്കാരടക്കം മറ്റു പലരുടെയും മുമ്പിൽ വെച്ച് അവൻ കാണിച്ച തോന്നിയാസം നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാനും. ഹി മസ്റ്റ് ബി പണിഷ്ഡ്. ശിക്ഷ എന്തെന്ന് സാറ് തീരുമാനിക്കുന്നു. അലക്സിന് എന്റെ ഫീലിങ്സ് മനസ്സിലാവില്ല. നാട് നിങ്ങളെ പന്ത് തട്ടുന്ന പോലെയാണ് അവന്മാർ എന്നെ ഓടിച്ചത്. അത് നിന്റെ ഓളത്തരം കൊണ്ടല്ല. ഹലോ, പിന്നെ നീ എന്താണ് ഈ പറയുന്നത്? നിന്നെ ഒരുമിച്ച് പിടിച്ച് ഒപ്പം സർവീസിൽ കയറുവരല്ലോ നമ്മൾ. എന്നെ പോലെ അർഹിക്കുന്ന പ്രൊമോഷൻ നിനക്ക് കിട്ടിയോ? വേണ്ട, ജോലി പോയാലും ഞാൻ വിടില്ല. നീ നോക്കിക്കോ, എന്റെ പേര് നീ ആക്ഷൻ എടുത്താ DIG അല്ല അവിടെ തന്തേ വരെ ഞാൻ കോടതി കയറ്റും. അതിനാരും നടപടി എടുത്തില്ലല്ലോ. പിന്നെ നീ എന്ത് പുല്ല പറഞ്ഞു പറഞ്ഞ ട്രാൻസ്ഫർ ചെയ്തെന്ന്? മുഴുവൻ കേൾക്കാൻ ഇയാൾക്ക് ക്ഷമയില്ലല്ലോ. അപ്പോഴേക്ക് എക്സൈറ്റഡ് ആയില്ലേ? തമ്മിൽ തല്ലിയ നിങ്ങളെ രണ്ടുപേരെയും സ്ഥലം മാറ്റി. പിന്നെ ഇവിടെ തന്നെ റൂറൽ നിന്നും സിറ്റിയിലേക്ക്. അത് പണിഷ്മെന്റ് അല്ലല്ലോ. പിന്നെ ഇവിടെ ആവുമ്പം നിനക്കൊരു ചെറിയ വിഷമം ഉണ്ടാവും. എന്നെ സലാം ചെയ്ത് ജോലി ചെയ്യേണ്ടി. ഓ, നിന്നേക്കാൾ പരമനാറികളെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടിൽ അറിഞ്ഞൂടി. ഒന്ന് മതി. വീട്ടിൽ വൈഫും കുട്ടിയും കാത്തു. എനിക്ക് പോകണം. കുട്ടിയെ വിട്, വൈഫ് എന്ന് പറ. കൂടുതൽ കുടിച്ചാൽ അവളെ നിന്നെ തല്ലും. അതെ, നീ ഒരു ഹെൻബക്ട് ഹസ്ബൻഡ് ആണല്ലോടാ. ആണ്. ഒരു പെണ്ണിന് വഴങ്ങി ജീവിക്കാൻ നിനക്ക് നാണമില്ലടാ. നാറി ഇല്ല. അതൊരു സുഖമാണ്. അനുഭവിച്ചറിയണമെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കും. ഞാൻ പറയാറില്ലേ, നിന്റെ ഈ മുടിഞ്ഞ കുടിയും എടുത്തിയാട്ടും വഴക്കും മാറ്റാൻ. നിർത്തടാ. ഞാൻ പെൺകോന്തനാണെന്ന് നീ പറഞ്ഞില്ലേ? ആശിച്ച പെണ്ണിനെ കിട്ടാത്തോളം വൈരാഗ്യമില്ല നിനക്ക്. അല്ല, എനിക്കറിയാൻ പോലും കല്യാണമെന്ന് കേൾക്കുമ്പോൾ നീ കുരച്ചു ചാടുന്നത് ഇന്നും നിന്റെ മനസ്സിൽ അവളുള്ളത് കൊണ്ടാ. എടാ, നീ എന്റെ മൂട് കളയും. വാ, പോകാം. നീ വയ്ക്കോ, എനിക്കിതോട് പോയി. ആ ബില്ല് വേണ്ട, ഞാൻ കൊടുത്തോളാം. പിന്നെ നിന്റെ പഴയ കാമുകി നീ അറിഞ്ഞു കാണും. ഇവിടെ ഒരു കോളേജ് ലെക്ചറാണ്, കണ്ടിരുന്നു. വേണ്ട. ആ, ഗുഡ് നൈറ്റ്.
ഈ പറയുന്നേ? MA പാസ്സായിട്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കണോ? വെറുതെ അല്ല, ഹൗസ് വൈഫായി. എന്റെ വീട് നോക്കണം, ജോലി കഴിഞ്ഞ് വരുന്ന എന്നെ സ്വീകരിക്കണം, എന്റെ മക്കളെ പ്രസവിക്കണം, വളർത്തണം. മതി മതി, ലെക്ചർ ആയാലും ഇതൊക്കെ ആവാലോ. ഇനി ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. കെട്ടിയുള്ള ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഞാൻ ഏതായാലും ഉദ്ദേശിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോളേജ് പിള്ളേരുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം. പിന്നെ കയറി പിടിച്ചെന്നോ കമന്റ് അടിച്ചെന്നോ എന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ കൊല നടക്കും. പിന്നെ കയറി പിടിക്കുന്നു. ഞാൻ പഠിച്ചത് കോളേജിലല്ലായിരുന്നു. പഠിപ്പിക്കാൻ ചെല്ലുമ്പോ അങ്ങനെ ആവില്ല. വേറെയും പൂവാലന്മാര് കാണും. ലെക്ചർ, പ്രിൻസിപ്പല്, പ്രൊഫസർ, ഇവന്മാരെയൊക്കെ ഇടയിലേക്ക് നിന്നെ വിട്ടാ എനിക്കൊരു സ്വസ്ഥ ഉണ്ടാവില്ല. യു ആർ ജലസ്. മോർ പൊസസീവ്. നിന്റെ സേവനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ മുഴുവനായിട്ട് എനിക്ക് വേണം. എഗ്രി? ബാലു കയറുന്നില്ലേ? ഇല്ല. അടുത്തത് ഒഫീഷ്യൽ വിസിറ്റ് ആണെന്ന്. എന്ന് വെച്ചാൽ മാരേജ് യൂണിഫോമിൽ. കൗണ്ടർ ക്ലോസ് ചെയ്യണം. അതില് രാഘവനാരെ, ഒരു സംശയം കൂടി. ഇന്ന് എത്രാമത്തെയാ? വെറുതെ അല്ല ആളുകൾ തന്നെ സംശയമാസം എന്ന് വിളിക്കുന്നത്. ഇത് സംശയമല്ല, കരടി ഇങ്ങോട്ട് വിട്ടുവെന്ന് കേട്ടപ്പോൾ ഒരു നീ പേടിക്കണ്ട വാസു. കരടിയാണേലും ബൽറാം സാർ ആള് ഡീസന്റാ. ഉമ്മർ സാറിന് അറിയുവാണേ. പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട്ട് CI ആയി വന്നപ്പോ ഞാൻ അവിടുത്തെ കോൺസ്റ്റബിളാ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന DIGയോ ഞങ്ങളുടെ SP. അവിടെ നല്ലേ ഈ കേസും കുഴപ്പമൊക്കെ ഉണ്ടായത്. അപ്പോ ഒരു സംശയം കൂടി. അപ്പോ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാ പശ? പുള്ളിയായിട്ടൊരു കാശും വാങ്ങിക്കില്ല. പിന്നെ നമ്മൾ പാത്തും പതുങ്ങിയും വാങ്ങിച്ചെടുക്കുന്നത് കൈയിട്ട് വാരാനും വരില്ല. പുതിയ കോട്ടേഷൻ നിനക്ക് ഇഷ്ടമായോ? കൊള്ളാം. പെമ്പിള്ളേര് പോകുന്നു. ഇവിടെ ട്യൂട്ടോറിയലോ ബാരൽ കൊള്ളയോ? എന്തായാലും ഇനി ഇത് കൂട്ടേണ്ടി വരും. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിള്ളേര് പോയി വരില്ല. പേടിച്ച് ഞാൻ സാറിനൊന്ന് കാണാച്ചിട്ടാ. എന്താ പറയാം. കാലത്ത് മുതലേ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആളൊഴിഞ്ഞിട്ട് കാണാന്ന് വെച്ചു. ഇയാൾക്ക് എന്താ വേണ്ടത്? ഇവിടെ നിന്ന് മാറ്റം പോയ സാറിന്റെ ഒരു കയ്യാളായിരുന്നു. എന്ന് വെച്ചാൽ അടുക്കളയിൽ ഒരു കാര്യസ്ഥനായിട്ട്. അതുപോലെ സാറിന് വല്ല സഹായവും വേണ്ട. ശമ്പളം ഒന്നും മോഹിച്ചല്ല, വട്ടച്ചെലവിനുള്ള കാശ് കിട്ടിയാൽ ഞാൻ. ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? അത് കഷ്ടാണ്. ഇറങ്ങി പോണവാൻ. എന്താ ഇവിടെ? ആ തള്ളയുടെ ബെല്ല് മുറിയിരിക്കുന്നു. ഇപ്പൊ മടവാ എടുത്തോണ്ടോ പുറത്തേക്ക് ഓടിയത്? പിടിക്കാൻ നിന്നപ്പോ എന്നെ വെട്ടി കഴുത്തറ്റ് പോയാൻ എന്റെ. അങ്ങനെയുള്ളവരെ ഭ്രാന്താശുപത്രി കൊണ്ടാക്കണം മിസ്റ്റർ. ആർത്ത് വിളിച്ച് അയലത്തുകാരെ ഞെട്ടിക്കരുത്. എന്താ ഇയാൾക്ക് വേണ്ടത്? ഇനി ആളെ പിടിക്കാനാണോ വന്നത്?
മുമ്പ് കൊണ്ടുപോയത് ഓർമ്മയില്ലേ? പാലക്കാട് വെച്ച് ആ മകനെ കാണാതെ ഉള്ളൊരുകി പേയിളകിപ്പടയുന്ന അവന്റെ അമ്മയെ കൂടി കൊണ്ടുപോകും. മോളെ എന്താ ഇത്? ഇതാണച്ചാ നമ്മുടെ ഉണ്ണിയെ കൊണ്ടുപോയ ദുഷ്ടൻ. മാറാത്ത രോഗിയായി നരകിച്ചു കഴിയുന്ന എന്റെ അമ്മ കൂടി ഈ കാലന്റെ കൈ കൊണ്ട് ചാവട്ടെ. കൊണ്ടുപോയിക്കോളൂ. ഭ്രാന്താശുപത്രിയിലേക്കല്ല, എന്റെ അനിയത്തെ ചെറുതയ്ക്ക്. മോളെ മതി, നിർത്താൻ. അമ്മയുടെ പ്രാന്തി ഇപ്പോ മോൾക്കും പകർന്നു എന്നാ തോന്നണേ. നിങ്ങൾക്ക് ആ വീടുമായിട്ട് എന്താ ബന്ധം? നേരി ഒരു ചാർച്ചയുണ്ട്, അത്രേ ഉള്ളൂ. വിഷ്ണു എന്നാ എനിക്കിട്ടിരിക്കുന്ന പേര്, എന്നിട്ടും പഷ്ണിയാ ഫലം. അതുകൊണ്ട് ഇവിടെ കൂടുന്നു. ഇവര് പാലക്കാടായിരുന്നല്ലേ? അത് കുറച്ചു കാലം. ആ നമ്പൂരി അവിടെ മാഷായിരുന്നു. തിരുമേനി റിട്ടയർ ആയി. അപ്പൊ അവരിങ്ങോട്ട് പോന്നു. ആ ചെക്കനെ കൊന്നതാണത്രേ പോലീസ്. അങ്ങനെയാവും. ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറഞ്ഞുവിടാൻ വയ്യാത്തെ? തനിക്ക് ഇവിടുത്തെ ലിക്കർ ഷോപ്പ് അറിയോ? അറിയാലോ, പറഞ്ഞോളൂ. എന്താ വെച്ചാൽ ഞാൻ ചെയ്തു തരാം. ഒരു പണിയില്ലാണ്ട് എങ്ങനെയിരിക്കുക? ഇവിടെ ഭക്ഷണിയില്ലേലും കഷ്ടാസ്ഥിതി.